എന്നറിഞ്ഞ ഗുരുക്കന്മാര്, പ്രിയപ്പെട്ട നാട്ടുകാര്, ജ്യോതിഷ പണ്ഡിതന്മാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് വ്യാഴന്റെ മാറ്റം എങ്ങനെയാണ് എന്നാണ് ചിന്തിക്കുന്നത്. 2024 മെയ് 1 മുതൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് സർവേശ്വരകാരകനായ വ്യാഴഭഗവാൻ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അശ്വതി മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രമാകുന്നു. വ്യാഴമാറ്റം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണ് വ്യാഴനെ കൊണ്ട് നമ്മൾ ധനം, കീർത്തി, സന്താനം, ദീപം, ഈശ്വര ചൈതന്യം, പിതൃമാതൃ സൗഭാഗ്യം എല്ലാം സർവേശ്വരകാരകനായ വ്യാഴനെ കൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. ഒരു പ്രശ്നത്തിനായാലും ജാതകത്തിലായാലും മറ്റു പല ശുഭകാര്യങ്ങൾക്കും വ്യാഴൻ പിഴച്ചു നിൽക്കാൻ പാടില്ല. വ്യാഴൻ അനുകൂല സ്ഥാനത്ത് നിന്നാൽ മാത്രമേ ആ കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. ഒരു ബിസിനസ്സിനായിരുന്നാലും രാശി വെച്ച് നോക്കിയാൽ വ്യാഴൻ അനുകൂല സ്ഥാനത്ത് നിന്നാൽ അവർക്ക് തീർച്ചയായും ബിസിനസ് സംബന്ധമായി വളരെ ഉയർച്ചയൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങാൻ പോകുന്നു, അപ്പോൾ അവർ നമ്മോട് ഇത് വാങ്ങണമോ വേണ്ടേ എന്ന് ചോദിച്ചിരുന്നാലും ദൈവാധീനം അവിടെ ഉണ്ടോ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവാധീനം പ്രദനായ വ്യാഴൻ അനുകൂല സ്ഥാനത്താണെങ്കിൽ, അനുകൂലം എന്ന് പറയുമ്പോൾ 4, 7, 10, 11 അതുപോലെ 2 ധനസ്ഥാനത്തും. അപ്പം വ്യാഴൻ ഇപ്പോൾ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടവൻ രാശിയിൽ വ്യാഴൻ പ്രവേശിക്കുമ്പോൾ മേടക്കൂറുകാരായ അശ്വതിക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടത്തെ പ്രദാനം ചെയ്യുകയാണ്. അവർക്ക് ഇന്നലെ വരെ മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും ഉണർന്നെഴുന്നേൽക്കും. കഴിഞ്ഞ ഒരു വർഷം മേടക്കൂറുകാർക്ക് വലിയ പ്രയോജനം ഉണ്ടായില്ല, എങ്കിലും ഈശ്വര സഹായം മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. കുടുംബസ്ഥാനത്താണ് വ്യാഴൻ പ്രവേശിക്കുന്നത്. അപ്പം ധനത്തിനും കുടുംബത്തിനും കീർത്തിക്കും ഐശ്വര്യത്തിനും സന്താനങ്ങൾക്കും ഇഷ്ടദേവത വിജയത്തിനും എല്ലാം ഈ വ്യാഴൻ വളരെ പ്രയോജനം ചെയ്യും. വ്യാഴൻ വ്യാധിയും സർവവ്യാപ്തിയായി കിടക്കുന്ന ഒരു ഈശ്വര ചൈതന്യമുള്ള ഗ്രഹമാകയാൽ ഒരു വീട്ടിൽ തന്നെ ഐശ്വര്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ വ്യാഴ പ്രസാദിച്ചാൽ, ദീപത്തിന്റെ കാര്യം നോക്കിയാൽ, വ്യാഴൻ ദീപകാരകനും കൂടെ ആയതുകൊണ്ട് ആ ദീപം ഐശ്വര്യമാണോ എന്ന് നോക്കിയാൽ വ്യാഴ ലഗ്ന കേന്ദ്രങ്ങളിൽ നിന്നാൽ തീർച്ചയായും അവിടുത്തെ കത്തിക്കുന്ന വിളക്ക് കൊണ്ടും, അതുപോലെ തന്നെ ഒപ്പം ക്ഷേത്രങ്ങളിൽ ദൈവാധീനമുണ്ടോ എന്ന് ചിന്തിച്ചാലും അവിടെ നിൽക്കുന്ന കൊളുത്തുന്ന ദീപത്തിന്റെ ചൈതന്യം നോക്കി നമുക്ക് സർവ്വകാര്യങ്ങളും പറയാൻ സാധിക്കും. അതുപോലെ സന്താന പുഷ്ടി, സന്താനങ്ങൾക്ക് വിദ്യയ്ക്ക് കീർത്തി വരുമോ എന്ന് ചോദിച്ചാലും വ്യാഴൻ പ്രസാദിച്ചു നിന്നാൽ അത് സന്താനങ്ങളെ കൊണ്ട് വിജയവും സന്താനങ്ങളെ കൊണ്ട് അനുകൂല അവസ്ഥകളും ആകുന്നു. സന്താനകാരകനായ വ്യാഴൻ 5-ൽ നിന്നാൽ അത് ആദ്യം അത്ര ശോഭനമായിരിക്കുകയില്ല. വ്യാഴൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇടവത്തിൽ നിന്നുകൊണ്ട് 5-ാം ഭാവം, അതായത് സന്താനഭാവത്തെ ദൃഷ്ടിയും 7-ാം ഭാവം, അതായത് ഭാര്യാസ്ഥാനത്ത് ദൃഷ്ടിയും 9 ഭാഗ്യസ്ഥാനത്തെയും ദൃഷ്ടി ചെയ്യുന്നു. അതുകൊണ്ട് വ്യാഴന്റെ സ്ഥിതി മൂലം ഇവർക്ക് വിദ്യയിൽ വളരെ വിജയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന വിദ്യ പൂർത്തീകരിച്ച് അവർക്ക് പുതിയ ജോലികളിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം വന്നു ചേരും. അതുപോലെ തന്നെ ഭർത്തവ്യമകിലും വിത്തം എന്നാണല്ലോ പറയുന്നത്. അപ്പം ഒരു വിത്തം, ധനം, വിദ്യ, കീർത്തി എന്നിവയ്ക്കെല്ലാം ഈ വ്യാഴൻ വളരെ
ഉപകരിക്കും മേടക്കൂറുകാർക്ക്. അതായത് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട മേടക്കൂർ. അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികമായി പ്രതീക്ഷിക്കാതെ ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും. കാരണം അധ്വാനം കൊണ്ടും അല്ലെങ്കിൽ കൃഷി കൊണ്ടും അല്ലെങ്കിൽ വിദേശവാസം ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ധനവും എല്ലാം ഇവർ സ്വരൂപിച്ച് കൂട്ടി വളരെ ഐശ്വര്യപ്രദമായി ജീവിക്കുവാനുള്ള ഒരു അവസരം ഈ ഒരു വർഷം അവർക്ക് പൂർണ്ണമായി ലഭിക്കും. ഇവർ ഏത് കാര്യത്തിനും അധ്വാനവും ഒപ്പം ദൈവാധീനവും കൂടെ ഉള്ളതുകൊണ്ട് പ്രവൃത്തിയിൽ കൂടെ ധനം സമ്പാദിക്കുകയും സ്നേഹത്താലും തൻ്റെ വിനയത്താലും മറ്റുള്ളവരെ ആകർഷിച്ച് അവരിൽ നിന്ന് വളരെ മംഗളകരമായ പല കാര്യങ്ങളും അധ്വാനത്താൽ നേടിയെടുക്കാൻ സാധിക്കും. കലാകാരന്മാർക്ക്, എഴുത്തുകാർക്ക്, കവികൾക്ക് എല്ലാം ഒരു സുവർണ അവസരമാണ്. ചിലപ്പോൾ അവർ എഴുതി വച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ്, എഴുത്തുകാർ സിനിമയ്ക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന സ്ക്രിപ്റ്റുകൾ ഇതുവരെ മുടങ്ങിക്കിടക്കും. ഈ സമയത്ത് അവർ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടാൽ ഇത് 75% ഗ്യാരണ്ടി തരാം, അത് സ്വീകരിക്കും. ആ കഥ വളരെ വിജയിച്ച് പ്രശസ്തിയിലേക്ക് വരും. ചിലപ്പോൾ അവാർഡ് തന്നെ കിട്ടും. അതുപോലെ തന്നെ എഴുത്തുകാർക്ക് മുടങ്ങിക്കിടന്ന എഴുത്ത് പൂർത്തീകരിച്ച് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനും അതുവഴി ധനം കീർത്തിയും ഉണ്ടാകുവാനും സാധിക്കും. അതുപോലെ തന്നെ സാമാന്യം കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്നും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കും. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സുവർണ അവസരം. കാരണം ശനിയുടെ കർമ്മസ്ഥിതിയും നന്നായിരിക്കും. അലസത ഇവർ ഇടവിട്ട് കാണിക്കും. എങ്കിലും വ്യാഴന്റെ ഇഷ്ടസ്ഥിതി ഇവരെ കർമ്മമേഖലയിൽ അതീവ ജാഗ്രതയിലേക്ക് കൊണ്ടുപോവുകയും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം, കർമ്മപുഷ്ടി, പ്രവൃത്തി പുഷ്ടി എന്നിവ ഉണ്ടാക്കും. അതുപോലെ ഏഴിലേക്ക് നോക്കുന്നുണ്ട് വിവാഹത്തിന് ഇണകളെ ലഭിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ഇണ ലഭിക്കും എന്നുള്ളതും വളരെ വിശേഷമാകുന്നു. ഇണ എന്ന് പറയുമ്പോൾ വിവാഹത്തിന് എന്തെങ്കിലും മുടക്കമോ തടസ്സമോ ഉണ്ടെങ്കിലും അതും ഒരു ധാരണയിൽ കൂടെ അനുകൂലാവസ്ഥയിൽ ചെന്നു ചേരാം. അതുപോലെ തന്നെ ഭാഗ്യം, കുടുംബത്തിന് ഭാഗ്യമൊക്കെ നശിച്ചിരിക്കുന്ന കാലഘട്ടമായിരിക്കാം ചിലർക്ക്. അതെല്ലാം ഈ ഭാഗ്യസ്ഥാനത്ത് വ്യാഴന്റെ ദൃഷ്ടി ഭാഗ്യ ഐശ്വര്യങ്ങളും പുഷ്ടിയും പിതാവിനും മാതാവിനും സഹോദരങ്ങൾക്കും വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സന്താനത്തിന് വേണ്ടി പല ചികിത്സ ചെയ്തിട്ടും അനുകൂല അവസ്ഥകൾ ഇല്ലാത്തവർക്ക് സൽസന്താനത്തിന്റെ പിറവിക്കൊരു യോഗം അവസരം വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഈ കുടിൽ വ്യവസായം അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ധാരാളം സമ്പാദ്യത്തിനും അവർക്ക് പ്രവൃത്തിക്കനുസരിച്ച് പൈസകൾ മുടക്കി പ്രവൃത്തിയെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പൊതുവെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ധനം ചെലവാക്കാതെ തന്നെ വിദേശവാസത്തിലേക്ക് സാധിക്കും. വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ധാരാളം സമ്പാദ്യങ്ങളും നേട്ടങ്ങളും അനുകൂലാവസ്ഥകളും ഉണ്ടാകും. വിദേശത്തിരിക്കുന്നവർക്ക് അവരുടെ കൂട്ടുകാർ വഴിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ വഴിയോ പുതിയ ജോലികളും സാമ്പത്തിക നേട്ടത്തിനുള്ള വഴികളും ഒരുക്കുവാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകും. ഇവർക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാനും സഹായിക്കാനും എല്ലാം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടം പൊതുവെ ഉത്തമമായിരിക്കും. മഹാവിഷ്ണുവിന്റെ ചൈതന്യം പൂർണ്ണമായി ഈ നക്ഷത്രക്കാർക്ക് 2024 മെയ് 1 മുതൽ 2025 വരെ പൂർണ്ണം, അതായത് ഒരു കൊല്ലത്തേക്ക് വളരെ
അനുകൂലമായിരിക്കും. ശനിയും ഏറെക്കുറെ അനുകൂലമാണ്. ശനി കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മടി സ്വഭാവം കാണിക്കും. പക്ഷെ ദൈവാധീനത്താൽ അവ മടിയെ ഉണർത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സൽകീർത്തിയും ഗ്രഹയോഗവും അനുഭവമാകുന്നു. പ്രതീക്ഷിക്കാതെ ഇരുന്ന നല്ല ഭൂമി ലഭിക്കുകയും അവിടെ ഗ്രഹം തുടങ്ങുവാനും ഗ്രഹത്തിൽ കുടുംബദേവത വാസമുണ്ടെങ്കിൽ ആ കുടുംബദേവതകൾക്ക് വേണ്ടി ക്ഷേത്രത്തിന് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രം പൂർത്തീകരിക്കാതെ കിടക്കുകയാണെങ്കിൽ അവ ഇവരുടെ അധ്വാനത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും ഉയർച്ച കൊണ്ട് അവയെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പൊതുവെ അശ്വതി നക്ഷത്ര ജാതകർക്ക് 2024 മെയ് മുതൽ ഒരു ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാകുന്നു. ധനധാന്യാദി കീർത്തിയും ഭാഗ്യ ഐശ്വര്യങ്ങളും വിദേശങ്ങളിൽ പോകാനുള്ള യോഗവും ആചാര്യസ്ഥാനം വഹിക്കുന്നവർക്ക് വളരെ ഉത്തമവും അഭിനയം, കല, അതുപോലെ തന്നെ ചില പ്രൊഫഷനിൽ വ്യാഖ്യാതായിരിക്കുന്നവർ, ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, നേഴ്സ്, പിന്നെ അഡ്വക്കേറ്റന്മാർ, ഇവർക്കെല്ലാം സുവർണ കാലഘട്ടം തന്നെയാണ്. സാധാരണ തൻ്റെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സാധാരണ കർഷകർക്കും തൊഴിലാളികൾക്കും ഈ കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും. പ്രായമായവർക്ക് ആരോഗ്യത്തിന് വേണ്ടി ഈ പുതിയ ചികിത്സാ രീതികൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. പൊതുവെ പ്രായമായവർക്ക് സാധാരണ വരുന്ന നട്ടെല്ല് വേദന, കാൽമുട്ട് വേദന, കാൽപാദ വേദന, ഇവയ്ക്കെല്ലാം പുതിയ പുതിയ ചികിത്സകൾ നടത്തി രോഗം ഭേദമാക്കാവുന്നതാണ്. ഏറെക്കാലം നീട്ടിവെച്ചിരുന്ന ചില ഓപ്പറേഷനോ, കണ്ണിനോ, ചെവിക്കോ മറ്റു ഭാഗങ്ങളിലെ ഓപ്പറേഷൻ ഈ കാലഘട്ടത്തിൽ നടത്തുന്നത് അവർക്ക് അനുകൂലമായി വരും. ചിലർ ഇത് നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പം ചെയ്യാമോ? ദൈവാധീനവും ഗ്രഹ സുഖവും ഗ്രഹ അനുകൂലവും അല്ലെങ്കിൽ ചിലർ നീട്ടിക്കൊണ്ടുപോകുന്നതും നാം കാണുന്നു. അങ്ങനെ നീട്ടിവെച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ദൈവാധീനത്താലും പ്രാർത്ഥനയാലും അവ തുടങ്ങി പൂർണ്ണമാക്കുവാൻ സാധിക്കും. പൊതുവെ കുടുംബത്തിന് ഒരു നല്ല അവസരങ്ങൾ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും, മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യവും, വിദ്യയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല മാർക്കോടുകൂടി വിദ്യ പൂർത്തീകരിക്കുവാനുമുള്ള സുവർണ അവസരം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. പൊതുവെ വ്യാഴഭഗവാന്റെ അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. അത് പ്രത്യേകിച്ച് അശ്വതി നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തണം. പ്രത്യേകിച്ച് നാഗക്ഷേത്രങ്ങളിൽ പോവുകയും കുടുംബക്ഷേത്രങ്ങളിൽ നാഗപൂജ ഉള്ളവർ കൂടുതൽ ജാഗ്രതയോടുകൂടി സർപ്പങ്ങളെ പൂജിച്ചാൽ ഇവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ വളരെ സന്തോഷം, സുഖം, സൽകീർത്തി, വാഹന മാനസ സൗഭാഗ്യം എന്നിവയെല്ലാം ലഭിക്കും. പൊതുവെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഉത്തമമായ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. വേടൻ സർവ ദൈവങ്ങളുടെയും ഈശ്വരനും കൂടെ ആകയാൽ സർവ്വദൈവങ്ങളും ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു എന്ന് മലയങ്കീഴ് പുരുഷോത്തമൻ ജോസൻ.